ഹലോ കൂട്ടുകാരെ, സാന്ത്വനത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതിനു മുൻപ് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ആദ്യം സബ്സ്ക്രൈബ് ചെയ്യുക, അതിനുശേഷം ലൈക്ക് ചെയ്യുക. അങ്ങനെ ബാലൻ ഉച്ചയായപ്പോൾ ഭക്ഷണം കഴിക്കാൻ മടി കാണിച്ചിരിക്കുകയാണ്. ഈ സമയത്ത് ദേവി പറയാണ്, അച്ഛൻ ഭക്ഷണം കഴിച്ചാൽ മാത്രമേ ഞാനും ഭക്ഷണം കഴിക്കുകയുള്ളൂ എന്ന് പറഞ്ഞ് ദേവിയുടെ ഭക്ഷണപാത്രം ചുറ്റുപാത്രം എടുത്ത് ആ ടേബിളിൽ വയ്ക്കും. എന്നിട്ട് പറയും, അച്ഛൻ വീട്ടിൽ പോയി ഭക്ഷണം കഴിച്ചെന്ന് അമ്മ വിളിച്ചു പറഞ്ഞാൽ മാത്രമേ ഞാൻ ഭക്ഷണം കഴിക്കുകയുള്ളൂ. അപ്പോൾ ധർമ്മനും അതുപോലെ തന്നെ പറയും, രാമേട്ടനും അതുപോലെ തന്നെ പറയും. അപ്പോൾ ബാലൻ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വീട്ടിലോട്ട് പോവുകയാണ്. അപ്പോൾ ഇത് കണ്ടു നിൽക്കുന്ന രാമേട്ടൻ പറയും, അവൻ്റെ കാര്യം ആലോചിക്കുമ്പോൾ കഷ്ടമാണ്. കാരണം ഇങ്ങനെ അവൻ അത്രയും സ്നേഹിച്ചതാണ് അവൻ്റെ മകളെ. ആ മകൾ ഇങ്ങനെ കാണിക്കുമ്പോൾ അച്ഛനും അമ്മയുമായാലും തകർന്നു പോകും. അവനെ കുറ്റം പറയാൻ പറ്റില്ല എന്ന് പറയാണ്. അപ്പോൾ അത് കേട്ടിട്ട് നമ്മുടെ ദേവിക്കും വിഷമം വരുന്നുണ്ട്. അപ്പോൾ വിഷമിച്ച് നിൽക്കുന്ന ദേവിയെയും കൂടിയിട്ടാണ് കാണിക്കുന്നത്. ഇതേ സമയം ബാലൻ വീട്ടിലോട്ട് പോയി ഭക്ഷണം കഴിക്കുന്നുണ്ട്. അങ്ങനെ രാത്രിയായി. ആനന്ദ് ജോലി കഴിഞ്ഞ് വരികയാണ്. അപ്പോൾ ജോലി കഴിഞ്ഞ് വരുമ്പം നമ്മുടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഗോമതി. അങ്ങനെ ആനന്ദ് റൂമിലൊക്കെ പോയി നോക്കിയപ്പോൾ ദേവീനെ ഒന്നും കാണുന്നില്ല. അപ്പോൾ ദേവീനെ ഇങ്ങനെ തിരഞ്ഞു നോക്കും, കാണുന്നില്ല. എന്നിട്ട് അമ്മയുടെ അടുത്ത് ഒന്ന് ചോദിക്കും, അമ്മ ദേവി എവിടെയെന്ന് ചോദിക്കും. അപ്പോൾ ഗോമതി പറയും, അവൾ കടയിൽ പോയല്ലോ. അല്ല, അവൾക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ മാമനോട് പറഞ്ഞാൽ മതിയില്ലേ കൊണ്ടുവരാൻ. എന്തിനാണ് കടയിൽ പോയി വാങ്ങിച്ച് കൊണ്ടുവരേണ്ട ആവശ്യം? അവിടെ പോയിട്ട് മാമനോട് പറഞ്ഞാൽ മാമൻ കൊണ്ടുവരില്ലേ? അപ്പോൾ ഗോമതി പറയും, അതിന് ദേവി എന്തിനാ മാമനോട് പറയണം? അവൾ വൈകുന്നേരം കട പൂട്ടി വരുമ്പോൾ അവൾക്ക് കൊടുന്നാൽ പോരെ. അവൾ കട പൂട്ടി വരുമ്പോൾ അമ്മ എന്തായി പറയുന്നതെന്ന് ചോദിക്കും ആനന്ദ്. അപ്പോൾ പറയും, നിനക്ക് മനസ്സിലായില്ലേ, ദേവി കടയിൽ പോയി, കടയിലേക്ക് നമ്മുടെ കടയിലേക്ക് അച്ഛനെ സഹായിക്കാൻ വേണ്ടിയിട്ട് പോയി എന്ന് പറയും. അപ്പോൾ ആനന്ദ് പറയും, ഇങ്ങനൊരു കാര്യം തീരുമാനിക്കുമ്പോൾ എന്നോട് കൂടി പറയണ്ടേ? നിങ്ങൾ അല്ലാതെ ഇങ്ങോട്ട് തീരുമാനിക്കുകയാണോ? ഇതെന്താ ഇങ്ങനെ എന്ന് ചോദിക്കും. അപ്പോൾ ഗോമതി പറയും, ഞാനും അച്ഛനും കൂടി തീരുമാനിച്ചതാണ്, അതിലിപ്പോൾ എന്താ നിനക്ക് കുഴപ്പം എന്ന് ചോദിക്കും. അപ്പോൾ ആനന്ദിനത് ഇഷ്ടപ്പെടില്ല. ആനന്ദ് പറയും, എന്നോടൊന്ന് ചോദിക്കാതെ എന്തിനാണ് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത് എന്ന് പറഞ്ഞ് ആനന്ദ് ദേഷ്യപ്പെട്ടിട്ട് നിൽക്കണം. ആ ദേഷ്യപ്പെട്ടിട്ട് നിൽക്കുമ്പോഴാണ് ബാലനും ദേവിയും വരുന്നത്. അപ്പോൾ ഗോമതി പറയും, ഇതാ ബാല ഏട്ടനും ദേവി വന്നിട്ടുണ്ട്, നിനക്ക് എന്താ സംശയമുള്ള വെച്ചെങ്കിൽ നീ അച്ഛനോട് ചോദിച്ചോ എന്ന് പറയും. ബാലൻ ചോദിക്കും, എന്താ ആനന്ദ, എന്താ പ്രശ്നം എന്ന് ചോദിക്കും. അപ്പോൾ അവൻ പറയും, അത് വേറെ ഒന്നുമല്ല അച്ഛാ, കടയിൽ പോയ കാര്യം ചോദിച്ചതാണെന്ന് പറയും. അപ്പോൾ ഗോമതി പറയാണ്, അത് വേറെ ഒന്നുമല്ല, അവൻ്റെ ഭാര്യേനെ ജോലിക്ക് കൊണ്ടുപോയത് ഇഷ്ടപ്പെട്ടില്ല, അതാണ് കാര്യം. അപ്പോൾ അവന് പരാതി ദേവി ഒന്നും അവനോട് പറഞ്ഞിട്ടില്ല എന്നാണ്. പക്ഷേ എനിക്ക് ഉറപ്പാണ് ദേവി മോള് പറഞ്ഞിട്ടുണ്ടാവും അവൻ്റെ അടുത്ത്, അവൻ്റെ പരാതി ഇങ്ങനെ പറഞ്ഞു തീർക്കുന്നതാണ് എന്ന് പറയും. അപ്പോൾ ദേവി പറയും, അല്ല അമ്മ, ഞാൻ ആനന്ദേട്ടനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, അതെൻ്റെ ഭാഗത്ത് പറ്റിയ തെറ്റാണ് എന്ന് പറഞ്ഞിട്ട് ദേവി ആ ടോപ്പിക്ക് അവസാനിപ്പിക്കുകയാണ്. അത് കഴിഞ്ഞതിന് ശേഷം ഗോമതിയും ബാലനും തമ്മിൽ സംസാരിക്കുന്നതാണ് കാണിക്കുന്നത്. ബാലൻ്റെ മുഖത്ത് നോക്കിയിട്ട് ദേവി ഇങ്ങനെ സന്തോഷത്തിൽ നിൽക്കുകയാണ്. ആ ബാലൻ ചോദിക്കും, നീ എന്താ എൻ്റെ മുഖത്തോട്ട് ഇങ്ങനെ നോക്കുന്നത്? അതൊന്നുമില്ല ബാലേട്ട, കുറച്ച് ദിവസത്തിന് ശേഷം ബാലേട്ടനെ ഇന്നാണ് ഒന്ന് നല്ലൊരു മുഖത്തോടു കൂടി കാണുന്നത്. അത് കണ്ടപ്പോൾ എനിക്കും നല്ല സന്തോഷവും സമാധാനവും തോന്നുന്നു എന്ന് പറയും. എന്നിട്ട് ഗോമതിയും ഇങ്ങനെ ചിരിച്ച് നിൽക്കുന്നതാണ് കാണിക്കുന്നത്. അപ്പോൾ രണ്ടുപേരും അവരങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം നോക്കി ചിരിക്കും. ഒന്നാമത്തെ കാര്യം, അവർക്ക് ഇന്ന് ദേവി വന്നതിൻ്റെ ഒരു എനർജി തന്നെ അവർക്ക് നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. കാരണം കടയിലൊക്കെ ദേവി പോയപ്പോൾ തന്നെ കടയൊക്കെ ഒന്ന് ഉണർന്നിട്ടുണ്ട്. ഇതേ സമയം ആനന്ദ് ദേവീനെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നീ ആരോട് ചോദിച്ചിട്ടാണ് കടയിൽ പോയത്? നിന്നെ ഞാൻ എങ്ങനെയെങ്കിലും വീട്ടിൽ നിന്ന് പുറത്താക്കാൻ ശ്രമിക്കുമ്പോൾ നീ വീണ്ടും വീണ്ടും ഈ കുടുംബത്തോട് ചേരാനാണ് ശ്രമിക്കുന്നത്. നിൻ്റെ കാട്ടിക്കൂട്ടലും ഒക്കെ കാണുമ്പോൾ എൻ്റെ അച്ഛനും അമ്മയും ഭയങ്കര പണക്കാരാണെന്ന് കാണിച്ച് ഞാൻ നിന്നെ ചതിച്ച് കല്യാണം കഴിച്ചതുപോലെയാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ദേവി പറയും, എൻ്റെ വീട്ടുകാർ ചെയ്തത് തെറ്റാണെന്ന് എനിക്കറിയാം, പക്ഷേ ആ തെറ്റിന് എനിക്കും കൂടെ നിൽക്കേണ്ടി വന്നു. അത് ഒരു ആ തെറ്റ് തെറ്റല്ലാതെ ആവുന്നുമില്ല. അതിന് എനിക്ക് എന്തായാലും ശിക്ഷയ്ക്കുള്ള അർഹതയുണ്ട്. പക്ഷേ ഈ കുടുംബം ഇപ്പം കടന്നു പോകുന്ന അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയ്ക്ക് മോശമാണ്. അതാണ് ഞാനിങ്ങനെ ശ്രമിക്കുന്നത്. അതുപോലെ തന്നെ ഈ വീട്ടിൽ നിൽക്കും തോറും നമ്മുടെ കുഞ്ഞിനെ കുറിച്ചിട്ടുള്ള ചിന്തകളാണ് എൻ്റെ മനസ്സിലോട്ട് വരുന്നത്. അതിൽ നിന്നും കൂടി എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണ് ഞാൻ കടയിൽ പോയത് എന്ന് പറഞ്ഞ ആനന്ദിനെ
പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ആനന്ദിൻ്റെ ചെവിയിൽ അതൊന്നും കയറുന്നില്ല. ആനന്ദ് പറയാണ്, നീ കൂടുതൽ പ്രശ്നങ്ങൾ വഷളാക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് ദേവിയെ ഇങ്ങനെ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നീ നാളെ തന്നെ എൻ്റെ വീട്ടുകാരോട് സത്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞ് നീ ഇവിടെ നിന്ന് പൊക്കോളുണ്ടെന്ന് പറയും. അപ്പോൾ ദേവി പറയും, ഇപ്പോഴത്തെ ബാലച്ചൻ്റെ അവസ്ഥ എന്നേക്കാൾ നന്നായിട്ട് ആനന്ദേട്ടൻ അറിയില്ലേ? ഈ ഒരു അവസ്ഥയിൽ ഇങ്ങനെ ഒരു കാര്യം കൂടി ബാലച്ചൻ കേട്ട് കഴിഞ്ഞാൽ ബാലച്ചൻ ആകെ തകർന്നു പോകും. അത് എന്നേക്കാൾ നന്നായിട്ട് ആനന്ദേട്ടൻ അറിയാമല്ലോ, പിന്നെ എന്തിനാണ് ആനന്ദേട്ടൻ ഇങ്ങനെ വാശി പിടിക്കുന്നത് എന്ന് ചോദിക്കും. അപ്പോൾ അത് കേട്ടപ്പോൾ ആനന്ദിന് അതിനൊരു ഉത്തരമില്ലേ. കാരണം അനുവിൻ്റെ പ്രശ്നം തന്നെ കൂടുതൽ ബാലനെയും ഗോമതിയെയും നന്നായിട്ട് എഫക്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ദേവിയുടെ ഈ ഒരു കാര്യം കൂടി പറഞ്ഞു കഴിഞ്ഞാൽ അവർ മാനസികമായിട്ട് ആകെ തകർന്നു പോകും. അപ്പോൾ അതുകൊണ്ട് ആനന്ദ് അവിടെ മിണ്ടാതെ നിൽക്കുകയാണ്. പിന്നെ കണക്കൊക്കെ കൂട്ടി ഇന്നത്തെ വരവ് ചിലവുകളൊക്കെ കൂട്ടി ബാലൻ്റെ അടുത്ത് കാണിക്കാൻ വേണ്ടി ബാലൻ്റെ അടുത്തേക്ക് പോകുന്ന ദേവിയാണ് കാണിക്കുന്നത്. ഇതിനിടയ്ക്ക് മിത്ര പായസം കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട് ദേവിക്ക്. അതായത് അനു പാസ്സായതിൻ്റെ ഭാഗമായിട്ട് പായസം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഗോമതി. പക്ഷേ അത് ബാലനറിയില്ല. ബാലനറിയാതെയാണ് ഇവർ കുടിക്കുന്നത്. അപ്പോൾ ഇതേ സമയം ബാലൻ കണക്കൊക്കെ നോക്കിയിട്ട് പറഞ്ഞു, ആ മോളെ കണക്കൊക്കെ കറക്റ്റാണ്, കാര്യങ്ങളൊക്കെ വളരെ ശരിയാണ്, നന്നായിട്ടുണ്ടെന്ന് പറയും. അപ്പോൾ മിത്രയും മീനും പറയും, എന്തായാലും ദേവിയേട്ടത്തിക്ക് നല്ലൊരു ഉഷാർ വന്നിട്ടുണ്ട്, പഴയതുപോലെ ആയി, സന്തോഷമായി. പിന്നെ ഞങ്ങളും വേണമെങ്കിൽ കടയിൽ സഹായിക്കാനൊക്കെ വരാം കേട്ടോ. കടയിലെ കച്ചവടം കൂട്ടുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങളുടെ വകയും കുറേ ടിപ്സൊക്കെ ഉണ്ടെന്ന് പറയും. അപ്പോൾ അതെന്താണെന്ന് ചോദിക്കും ദേവി. അപ്പോൾ മിത്ര പറയാണ്, വേറൊന്നുമല്ല, കടയിൽ വരുന്ന ആൾക്കാരുടെ നമ്പർ കളക്ട് ചെയ്യുക, എന്നിട്ട് നമ്മളെല്ലാവരും കൂടി ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കുക, എന്നിട്ട് അവർക്ക് ഹോം ഡെലിവറി ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ലതായിരിക്കും എന്ന് പറയും. അപ്പോൾ ദേവി പറയും, അത് ശരിയാണല്ലോ, നല്ലൊരു ഐഡിയ ആണ്, നമുക്ക് വേണമെങ്കിൽ ഒന്ന് ശ്രമിച്ച് നോക്കാം എന്ന് പറയണം. പിന്നെ നമ്മുടെ സുകന്യ ധർമ്മജനെ വറചട്ടിയിലിട്ട് വറുത്തുകൊണ്ടിരിക്കുകയാണ്. വേറെ ഒന്നുമില്ല, സുകന്യ എല്ലാം കൊണ്ടും തികഞ്ഞ ഒരാളാണ്, സൗന്ദര്യം കൊണ്ടും വിദ്യാഭ്യാസം കൊണ്ടും കഴിവ് കൊണ്ടും ഒക്കെ. എന്നിട്ട് എന്തുകൊണ്ട് എന്നെ ഗോമതി സ്റ്റോറിൽ ജോലിക്ക് വിളിക്കുന്നില്ല എന്നാണ് സുകന്യയുടെ കംപ്ലൈൻറ്റ്. അപ്പോൾ ധർമ്മജൻ പറയും, ഞാൻ നിന്നെ കൺസിഡർ ചെയ്യാം, ഇനിയൊരു ആവശ്യം വരുമ്പോൾ നിന്നെ ഞങ്ങൾ കൺസിഡർ ചെയ്യാം എന്ന് പറഞ്ഞ് സുകന്യയെ ഒതുക്കുകയാണ്. പിന്നെ ഇതേ സമയം നമ്മുടെ ആര്യൻ ദേഷ്യപ്പെട്ട് നടക്കുകയാണ്. അതായത് അലോകിൻ്റെ ഇന്നത്തെ ചെയ്തികൾ കണ്ടിട്ട് തകർന്നു നിൽക്കുന്ന ആര്യനെയാണ് കാണിക്കുന്നത്. അപ്പം മിത്ര ഓരോന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ കൂടി ആര്യനത് അംഗീകരിക്കാൻ പറ്റുന്നില്ല. അവൻ പറയുന്നത്, അലോകിൻ്റെ അടുത്ത് എങ്ങനെ അനു സേഫായിട്ടിരിക്കും, അവൻ ഇന്ന് കാണിച്ചതൊക്കെ കണ്ടില്ലേ മിത്ര എന്ന് പറയും. അപ്പോൾ മിത്ര പറയും, അലോകിൻ്റെ സ്വഭാവം മാറുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അബദ്ധമാണ്, അവൻ്റെ സ്വഭാവം ഒരിക്കലും മാറുകയില്ല. അപ്പോൾ ഞാൻ അവളെ എന്തെങ്കിലും പറഞ്ഞ് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരും എന്ന് പറഞ്ഞിട്ട് നിൽക്കുകയാണ് ആര്യൻ. അപ്പം മിത്ര പറയും, ഇങ്ങോട്ട് കൂട്ടി കൊടുത്തിട്ട് എന്ത് ചെയ്യാനാ, അങ്കിള് അവളേനെ ഇവിടെ ആക്സെപ്റ്റ് ചെയ്യുമെന്ന് തോന്നുന്നുണ്ട്, അങ്കിള് ഈ വീടിൻ്റെ പടി കടക്കാൻ പോലും അവളെ സമ്മതിക്കില്ല എന്ന് പറയും. അപ്പോൾ ആര്യൻ തോന്നും അത് ശരി തന്നെയാണ്. ഇത്രയുമാണ് സാന്ത്വനത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡ്. കൂടുതൽ നേരത്തെ സാന്ത്വനത്തിൻ്റെ വിശേഷങ്ങൾ അറിയാൻ ആദ്യം നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതിനുശേഷം ലൈക്ക് ചെയ്യുക.